നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അഖിൽ മാരാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കുക. 2020 സ്ഥാനാർത്ഥിയായിട്ട് തൃക്കാക്കരയിൽ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് തൃക്കാക്കരയുടെ വിവിധ പ്രദേശങ്ങളിൽ വോട്ട് ചോദിക്കാൻ ഇറങ്ങിയ സമയത്ത് ഒരു പ്രദേശത്ത് ചെന്ന സമയത്തായിരുന്നു. ഒരു ഷെഡിനകത്ത് കുറച്ചമ്മമാർ കുറേ വർഷങ്ങളായിട്ട് താമസിക്കുന്നു. വീട് എന്നുള്ള സ്വപ്നം അവർക്കില്ല. കാരണം വീട് പണിയാനുള്ള യാതൊരുവിധ സാഹചര്യങ്ങളും അവരുടെ നിലവിലെ ഒരു സ്ഥിതിയിലില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു ഭരണ സംവിധാനമോ ഒന്നും തന്നെ ഇവരെ സഹായിക്കുന്നില്ല. അവിടെ അഖിൽ മാരാർ വോട്ട് ചോദിക്കുകയും വോട്ട് ചോദിച്ച സമയത്ത് അവർ വോട്ട് ചെയ്യുമെന്നെല്ലാം പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാൻ ജയിച്ചാലും പരാജയപ്പെട്ടാലും നിങ്ങൾക്ക് വീട് എന്നുള്ളൊരു സ്വപ്നം അത് ഞാൻ പണിത് തരും എന്നുള്ള രീതിയിലേക്ക് ഒരു വാക്ക് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം അത് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു, പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീടിനകത്ത് നിൽക്കുന്ന ആ ഷെഡിനകത്ത് നിൽക്കുന്ന ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു. പക്ഷെ അതിന്റെ അടിയിൽ അന്ന് വന്ന കമന്റുകൾ കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് നെഗറ്റീവ് തോന്നും. കാരണം ഈ അഖിൽ മാരാറിനോട് ചോദിക്കുകയാണ് ചില ആളുകൾ വന്നിട്ട്, എന്തിനാടാ നീ അവർക്ക് ഇങ്ങനെ വാക്ക് കൊടുക്കുന്നത്, ആ പാവങ്ങൾ എന്തിനാണ് പറ്റിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റുകൾ വന്നിരുന്നത്. അപ്പോ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അഖിൽ മാരാർ ആ വാക്ക് പാലിച്ചു. ആ പാവങ്ങളോട് പറഞ്ഞത് എന്തായിരുന്നു, നിങ്ങൾക്ക് വീട് പണിത് തരാം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അവർക്ക് കൃത്യമായിട്ട് അവർക്കൊരു വീട് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് ഉള്ള തറക്കല്ലിടൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അതിന് സുരേഷ് ഗോപിയുടെ സഹായമുണ്ട്. പിന്നെ മറ്റേതൊരു സംഘടനയോ ട്രസ്റ്റോ എന്തോ മറ്റൊരു സംവിധാനത്തിന്റെ സഹായം കൂടിയുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് അത് ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അഖിൽ മാരാർ ഈ പറയുന്ന വീട് പണിത് കൊടുക്കുന്ന തറക്കല്ലിടുന്ന ആ ഒരു വീഡിയോയുടെ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിന്റെ അടിയിലും വന്നിട്ട് ഒരുപാട് ആളുകൾ വേറെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ, വേറെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം 2020 വിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടക്കമുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ ചോയ്സ് ആണല്ലോ, ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കണം, എത്ര നാളൊരു സംവിധാനത്തിൽ പ്രവർത്തിക്കും. ഇപ്പോ മാനസികമായിട്ട് ആ ഒരു പാർട്ടിയിൽ നിൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ആ പാർട്ടി വിട്ടു. അതിലിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ അഖിൽ മാരാർ ആരെയും വെട്ടിക്കൊന്നിട്ടില്ല. അഖിൽ മാരാരെ വിമർശിക്കുന്നവരെ, അഖിൽ മാരാരെ കൂടെ നിന്നവർ അഖിൽ മാരാരെ വിട്ട് വേറെ സംവിധാനത്തിലേക്ക് പോയ സമയത്ത് അവരെ വീട്ടിലേക്ക് കാറ് വിട്ട് ഗുണ്ടകൾ വിട്ട് ഒരു രീതിയിൽ ആക്രമിച്ചിട്ടില്ല. ഒരു സ്ത്രീകളെ അപമാനിച്ചതായിട്ടുള്ള വിവരങ്ങൾ നമ്മൾക്കില്ല. ഒരു സ്ത്രീകളും അഖിൽ മാരാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിഷയങ്ങൾ നമ്മളില്ല. അഖിൽ മാരാർ എവിടെയും കഞ്ചാവും മയക്കുമരുന്നും വിറ്റതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ അഖിൽ മാരാര് കാണുന്ന സമയത്ത്, അഖിൽ മാരാർ ശ്രദ്ധേയമാവുന്ന സമയത്ത്, അഖിൽ മാരാന് ഭാര്യയുണ്ട്, 2 പിഞ്ചു കുട്ടികളുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ എല്ലാവരും കണ്ടത്. പിന്നെ ഈ പൂർണ്ണമായിട്ടും ഈ ബിഗ് ബോസ് എന്നൊരു സംവിധാനത്തിലൂടെ വളരെ ഫേമസ് ആയത്. പക്ഷെ ഇതിലൊന്നും നമ്മൾ അദ്ദേഹം ആരെങ്കിലും ഉപദ്രവിച്ചതായിട്ടോ കഞ്ചാവോ മയക്കുമരുന്നോ ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്തായിട്ടോ നമുക്കറിയില്ല. പക്ഷെ ഇതൊന്നും ചെയ്ത ആളുകൾക്ക് പോലും ഇല്ലാത്ത തരത്തിലേക്കുള്ള ഒരുപാട് നെഗറ്റീവുകളാണ് അനാവശ്യമായിട്ട് ഈ പറയുന്ന പോസ്റ്റുകളുടെ ഇടയിൽ. ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകുന്ന കാര്യത്തിൽ പോലും കമന്റുകളായിട്ട് ഇവിടുത്തെ പ്രബുദ്ധ ജനത, കേരളത്തിലെ പ്രബുദ്ധ ജനത ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യം സുരേഷ് ഗോപിയും അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹം 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മത്സരിച്ചു എന്നാണ് ഓർമ്മ. അപ്പൊ ആ ഒരു സമയത്ത് അദ്ദേഹം പരാജയപ്പെട്ടുടൻ തന്നെ അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്നു. ആ സമയത്ത് കുറെ പാവങ്ങളെ കണ്ടിരുന്നു. തന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ തോറ്റിട്ടും അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടേയിരുന്നു. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹം മത്സരിച്ചു. എന്നിട്ടും അവിടെ പരാജയപ്പെട്ടു. 2000 വോട്ടിനും തവണ പരാജയപ്പെട്ടു. എന്നിട്ടും അദ്ദേഹം അവിടെ തന്നെ നിന്നുകൊണ്ട് പരമാവധി സമയം കിട്ടുന്ന സമയത്ത് തൃശ്ശൂരിലെത്തി അവിടെയുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, ജനങ്ങളെ സഹായിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. 2024 അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അത് വേറെ കാര്യം. എന്നിട്ടും 2024 അദ്ദേഹം MP ആയതിനു ശേഷം എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു വിഷയമാണ്, ഇരിഞ്ഞാലക്കുട മുരിയാട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഈ മുരിയാട് ഒരു അച്ഛൻ മരണപ്പെട്ട ഒരു കുടുംബം, അമ്മയും 2 പെൺകുട്ടികളാണുള്ളത്. അപ്പൊ ഈ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോ ഈ കുട്ടി നമ്മുടെ സംസ്ഥാന കലോത്സവത്തിൽ മിമിക്രിയിൽ A ഗ്രേഡ് 1ാം സ്ഥാനം നേടി വിജയിച്ച കുട്ടിയായിരുന്നു. അപ്പൊ ആ കുട്ടിയുടെ ഒരു ഫോട്ടോയും കാര്യങ്ങളെല്ലാം മലയാള മനോരമ പത്രത്തിൽ വന്നിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് വീടില്ല, ഒരു ഷെഡാണ് എന്നുള്ള രീതിയിലൊക്കെ. ഈ അവിടെയുള്ള മുരിയാടുള്ള BJPയുടെ കാര്യകർത്താക്കളെ വിളിച്ചുകൊണ്ട് സുരേഷ് ഗോപി സ്പോട്ടിൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വീഡിയോ കോൾ ഈ കുട്ടിക്ക് വന്നു. അവിടെ വെച്ച് തന്നെ ആ കുട്ടിയോട് പറയണം, വീട് ഞാൻ പണിത് തരാമെന്നുള്ളത്. എന്നിട്ട് ആ വീട് പണിത് തരുന്നത് മാത്രമല്ല, ഇതുപോലെ അഖിൽ മാരാർ ചെയ്തതുപോലെ തന്നെ തറക്കല്ലിടുന്ന ദിവസം അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല, അദ്ദേഹം ഡൽഹിയിലായിരുന്നു. എന്നിട്ട് ആ തറക്കല്ലിടുന്ന ദിവസം അവിടെയും വീഡിയോ കോൾ വന്ന ഒരു സമയം. ആ സമയത്ത് ഞാനവിടെ ചാനലിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബൈറ്റ് എടുക്കാനും കാര്യങ്ങളായിട്ട് കുട്ടിയുടെ ഒരു ബൈറ്റ് എടുക്കാനൊക്കെ പോയിരുന്നു. അപ്പോൾ
അവരൊക്കെ ഒരു സന്തോഷം ആ സമയത്ത് കാണണം. കാരണം അവരുടെ ലൈഫിൽ ഈ വീടൊക്കെ എന്നുള്ള സംഭവം ഒരിക്കലും ഒരു കിട്ടാക്കനിയായിട്ട് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ അവർ വലുതായി ജോലിയൊക്കെ എടുത്ത് ഒരു വീട് പണിയേണ്ട ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിനൊന്നുള്ള ഒരു സമയം കൊടുക്കാതെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മുടെ സഹജീവികളാണെന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടുകൊണ്ട് അവരത് കൃത്യമായിട്ട് ഈ പറയുന്ന ആ കുട്ടിക്ക് ഒരു വീട് പണിത് നൽകാൻ സുരേഷ് ഗോപി തയ്യാറായിരുന്നില്ല. ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് അഖിൽമാർ അവരോട് ചെയ്തിരിക്കുന്നത്. ആള് 2020 വിടുക, ഇനി വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ചേരുക, പുതിയ പാർട്ടി ഉണ്ടാക്കുക, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരെ പോലുള്ള ഒരു വ്യക്തി രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാകുന്നതിനോട് വ്യക്തിപരമായിട്ടും യോജിപ്പില്ല. കാരണം സ്വന്തമായിട്ട് കൃത്യമായിട്ട് പല വിഷയങ്ങളിൽ അഭിപ്രായം പറയാനുള്ള സാമാന്യ ബോധമുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പല വിഷയങ്ങളിലെയും ഒരു കാഴ്ചപ്പാടുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സമൂഹത്തിൽ ഇനി പ്രത്യേകിച്ച് അഖിൽമാരെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരും ഇത് അഖിൽമാരാണ് എന്ന് പ്രത്യേകിച്ച് എടുത്ത് അറിയിക്കേണ്ടതല്ല. താഴത്തെ ഒരു കുഞ്ഞു കുട്ടിക്കും ഈ വ്യക്തിയെ കണ്ടാൽ അറിയാം. അപ്പോ പൂർണ്ണമായിട്ടും ഒരു സാമൂഹ്യ സേവന മനോഭാവമൊക്കെ ഉള്ള വ്യക്തിയാണെന്നുള്ളത് നമ്മൾക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തന കാര്യങ്ങളിൽ തന്നെ മനസ്സിലായതാണ്. ഇതുകൊണ്ട് പൂർണ്ണമായിരിക്കണം. അപ്പം ഇതിൽ അദ്ദേഹത്തെ തെറി പറയുന്ന ആളുകളോട് ഈ പോസ്റ്റിന്റെ അടിയിലേക്ക് നമ്മളൊരു വ്യക്തി ഒരു വിഷയാസ്പദമായിട്ട് നമ്മൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളാവും. പക്ഷെ ഒരു വ്യക്തി ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് അതിനടിയിൽ വന്ന് ഈ പറയുന്ന മെറ്റേതില്ലാത്ത രീതിയിൽ വന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. തൃക്കാക്കരയിൽ അഖിൽമാരാർ മത്സരിച്ചു, ശരിയാണ്, അവിടെ പരാജയപ്പെട്ടു. അതിന് എന്താണ് ഒരു 20,000 വോട്ട് തൃക്കാക്കരയിൽ ഒരു NDA സ്ഥാനാർത്ഥി നേടാന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു ചെറിയ കാര്യമല്ല. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ BJPയുടെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് രാധാകൃഷ്ണൻ അദ്ദേഹം മത്സരിച്ച സമയത്ത് വളരെ വളരെ കുറവ് വോട്ടുകളാണ് BJPക്ക് അത് നേടാൻ സാധിച്ചത്. അവിടുന്ന് ഒരു 20,000-ലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഒരു മോശമായിട്ടുള്ള ഒരു സ്കോർ ഒന്നല്ല. 20,000 വോട്ടുകൾ ഓൾറെഡി BJPക്ക് അവിടെ ഇതിനു മുന്നേ നേടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ അത്ര വോട്ടുകൾ നേടാൻ ഒരു ചെറിയ കാര്യമൊന്നുമില്ല. അത്യാവശ്യം മോശമല്ലാത്തൊരു പ്രകടനം തന്നെയായിരുന്നു. ഇത്രയും കോൺഗ്രസിന്റെ തരംഗമുണ്ടായ സമയത്ത് ഇത്രയും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷെ അത് എന്തുകൊട്ടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ വിഷയാസ്പദമായിട്ട് മാത്രമായിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ അടിയിൽ വന്ന് ഇതുപോലെ വൃത്തികേടുകൾ വിളിച്ച് പറയുന്നത് വളരെ വളരെ വികൃതമാണ്. അതിലൊരു സംശയമില്ല. നമ്മുടെ അറിവിൽ അഖിൽമാരാർ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ടുമില്ല, ഒരു പീഡന കേസിൽ പ്രതിയുമല്ല, മയക്കുമരുന്നോ കഞ്ചാവോ അല്ല ഇതുപോലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തികളെയും ഈ പറയുന്ന വ്യക്തി പേഴ്സണലായിട്ട് ഉപദ്രവിച്ചായിട്ടുള്ള അറിവുകളൊന്നും നമ്മൾക്കില്ല. വ്യക്തിപരമായിട്ട് ഒരു വിഷയത്തിൽ അഭിപ്രായം പറയും, അത് പല കാര്യങ്ങളിൽ പറയും, നമുക്ക് കേട്ടിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ നിങ്ങൾക്ക് എതിരഭിപ്രായമുണ്ടെങ്കിൽ പറയാം. അല്ലാതെ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പറയുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ ഇട്ടുകൊണ്ട് പ്രബുദ്ധ മലയാളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചമഞ്ഞിരിക്കുന്നത് വളരെ മോശമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുരേഷ് ഗോപിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ അടിയിൽ വന്നുകൊണ്ട് ഇതുപോലെ കുറെ ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് പേരുകൾ തന്നെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാം മനസ്സിൽ വലിയ രീതിയിലുള്ള പുണ്ണാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നല്ലതിനെ നല്ലതായിട്ട് കാണാനുള്ള മാനസികാവസ്ഥ ഏതൊരു വ്യക്തികൾക്കും ഉണ്ടാവണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.